ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ലോക്ക്ഡൗൺ എല്ലാം മാറിയിട്ട് പതുക്കെ കടയെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് പോണ ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം സൈഡിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലുലു മോള് പരിചയം ഉണ്ടാവും. കാരണം അത് അത്ര വലിയൊരു മോളാണ്. സോ അതേപോലെ തന്നെ ഇവിടെ ഒരു മോളുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ, അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ബെർണോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു മോളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് അങ്ങോട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കണ്ടുപോകാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉസ്ക എന്ന് പറഞ്ഞ അവിടെയുള്ളൊരു മോളാണ്, ഗാലറിയ വാൻകോഫ്ക. അവിടെ നിന്നാണ് നമുക്കിന്ന് ഒളിമ്പിയ പോകാനുള്ള ബസ്. അപ്പോൾ ഞാൻ ആ ബസ് എടുത്തു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ് മോളുകൾ. ഇതൊരു വേറൊരു മോളാണ്, ഏവിയോൺ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവിടെ ഐക്കിയേൻ്റെ ഒരു വലിയ ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ മോളുകളിലോട്ടും സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് മാത്രമായിട്ടുള്ള ഓരോ ബസ്സുകളുണ്ടാവും, ബസ് സർവീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതെടുത്തിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ യാത്ര നിങ്ങളെ കുറച്ച് ചെറുതാക്കി കാണിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ മോളിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ മോൾ എത്രത്തോളം വലുതാണെന്നുള്ളത്. ഇവിടെയുള്ള മോൾ ബിൽഡിങ്സ് എല്ലാം മാക്സിമം ഒരു 2 ഫ്ലോർ ആയിരിക്കും. അതിലും കൂടുതൽ ഹൈറ്റിൽ ഇവർ അങ്ങനെ വെക്കാറില്ല. പക്ഷേ നീളത്തിലായിരിക്കും ഇവരുടെ പണിതിട്ടുണ്ടാവുക. പക്ഷേ സൈസ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു മോൾ എന്തൊരു വലുതാണെന്നും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രമായിട്ടുള്ള ബസ്സുകളുണ്ട്. അപ്പോൾ അതെടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ബസ്സെല്ലാം കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഉസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ബസ് എടുക്കുകയാണെങ്കിൽ അത് ഫ്രീ ആണ്. കാരണം ഈ മോളിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് ഫ്രീ ഓഫ് ചാർജിലാണ് അവരിങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അതിന് പാസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ മോളിലെത്തി. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടായിരുന്നു അവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ എന്തോരം കാറ് കിടക്കുന്നുണ്ടായിരുന്നു എന്ന്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ മോളുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മോൾ അത്ര വലുതായതാണോ ഇവിടെ ആൾക്കാർ അത്ര ഇല്ലാത്തതാണോ എന്ന് നമുക്ക് എപ്പോഴും ഡൗട്ട് തോന്നും. കാരണം ഒട്ടും തന്നെ ആളുകൾ ഉണ്ടാവത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു കടയിൽ 3 പേര് അത്രയൊക്കെ ആൾ മാക്സിമം ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അത്രയും കാറ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇവിടെ എന്തോരം ആൾക്കാരായിരിക്കും, അങ്ങനെ വിചാരിക്കണ്ട. കടയിലെല്ലാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ CNA എന്ന് പറഞ്ഞ കടയിൽ നിന്ന് കുറച്ച് പർച്ചേസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ അവിടുത്തെ ബില്ലെല്ലാം പേ ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഹെക്ടിക്കാണ്. കാരണം എനിക്കൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എടുക്കുമ്പോൾ ഞാൻ ക്യാമറ പിടിക്കുന്നതും അതെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഞാൻ നിങ്ങളെ മോളല്ലേ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും മോളിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് ഫുൾ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള, അതായത് ഇൻ്റർനാഷണലും ഇവരുടെ ലോക്കൽ ബ്രാൻഡ്സും ആയിട്ടുള്ള എല്ലാ കടകളും തന്നെ ഈ ഒരു മോളിലുണ്ട് നമുക്ക്. അതുപോലെ തന്നെ മുകളിൽ ഫുഡ് കോർട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 7 മാസത്തിന് ശേഷമാണ് ഇവിടെ കടകളൊക്കെ ഒന്ന് തുറന്നിരിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും വലുതായിട്ടില്ല. കാരണം നിങ്ങൾ ആളുകളുടെ അടുത്തോട്ട് പോവുകയാണ്, അതായത് ഒരു കടയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാസ്ക് വെച്ചാൽ മതി. ഇല്ല ഇപ്പം മോളിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് മാസ്ക് വേണമെന്നില്ല, പക്ഷേ നമ്മൾ മാസ്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കടകളുടെയും വാതിക്കയിൽ അവർ സാനിറ്റൈസറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്നും സാനിറ്റൈസർ എടുത്തിട്ട് വേണം കടയിൽ ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ഇവിടെ ചില കടകളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് 20 ആൾക്കാർ മാത്രം ഉള്ളിൽ കയറാൻ പാടുള്ളൂ, അങ്ങനെയുണ്ട്. ചില കടകളിൽ മാത്രം കേട്ടോ. പക്ഷെ ബാക്കി എല്ലായിടത്തും നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ കയറി എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനും അതെല്ലാം നമുക്ക് ഒരു റെസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ ബ്രാൻഡുകളുണ്ട് ഇവിടെ. നമ്മൾ ഇൻ്റർനാഷണൽ എല്ലാ ബ്രാൻഡുകളും നമുക്കിവിടെ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ സ്പോർട്സ് വെയറിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും അതുപോലെ തന്നെ എനിക്കും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്.
കാരണം നമുക്കിനി അറിയില്ലല്ലോ എപ്പോഴാണ് തിരിച്ച് ഒരു റെസ്ട്രിക്ഷനോ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു തുറന്ന പാടെ തന്നെ നമ്മൾ വന്ന് വാങ്ങിയേക്കാം, അങ്ങനെ വിചാരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ കടയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ കടയിലും തന്നെ നല്ലോണം ഓഫർ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അത് നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളും ഇന്നൊരു ദിവസത്തിൽ തീർക്കാം, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു മോളിലോട്ട് വരുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ നമുക്ക് ഷോപ്പിംഗ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം നമുക്കൊരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് കാരണം രാവിലെ തന്നെ പോന്നു. അപ്പോൾ ഇന്നെന്താ വോയിസ് ഓവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല സൗണ്ടിൽ വോയിസിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാനൊന്നും പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഞാൻ എന്തായാലും വോയിസ് ഓവർ തന്നെ ചെയ്യാം. കാരണം ഈവൻ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നതും ആൾക്കാരൊക്കെ കുറേ നാൾ കൂടി വരുന്നതുകൊണ്ട് ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിങ്ങൊക്കെ ഒതുക്കി. ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മോളിൻ്റെ ഒരു സൈഡിൽ നിന്ന് നടന്നിട്ട്, കാരണം ഈ ഒരു മോളിന് 4 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ കടയിലും തന്നെ ഓഫറുള്ള കാരണം നമ്മൾ ഉള്ളിൽ പോയി നോക്കണം എന്താണ് നല്ലതാണോ അങ്ങനെയുള്ളതെല്ലാം. നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കിയിട്ട് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കടയിലും കയറി വരുമ്പോഴേക്കും ഭയങ്കര ടൈം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴെ തന്നെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും ഐസ്ക്രീം പാർലർ പോലെ ഇങ്ങനത്തെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടയിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, കാരണം ഇവിടെ എത്ര ആ ഒരു ടാഗ് വെച്ചിട്ടുണ്ടോ ആ ടാഗിൻ്റെ അത്രയും ആളുകൾക്ക് മാത്രം അവർക്ക് കയറാൻ പാടുള്ളൂ. ആ ടാഗ് നമ്മൾ എടുത്തിരിക്കണം മസ്റ്റായിട്ട്, അങ്ങനെയാണ്. ഈ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൻ്റെ സെൻറ്റർ പോർഷനാണ്. അപ്പോൾ അവിടെ കാണുന്ന സ്റ്റെയർ കേസ് നമുക്ക് ഫുഡ് കോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. ഒന്നല്ലെങ്കിൽ സ്റ്റെയർ എടുക്കാം, ഇല്ലെങ്കിൽ അപ്പുറത്ത് എസ്കലേറ്റർ ഉണ്ട്. ഇനി ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഒരു സെയിൽ പോലെ വെച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള ചെക്ക് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരവരുടെ രീതിയിൽ അവരവർ ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വുഡൻ ഐറ്റംസ് എല്ലാം നമുക്കിവിടെ സെയിൽ ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടീൻ്റെയൊക്കെ മുഖമൊക്കെ ഉണ്ടല്ലോ, ഈവൻ താറാവ് അങ്ങനെയുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര അടിപൊളി ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഷോയ്ക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വാർണിഷും കാര്യങ്ങളും, അതുപോലെ തന്നെ ടേബിള്, ഈവൻ നമ്മൾ എന്താ പറയുക ഒരു മരത്തിൻ്റെ അടിഭാഗം നമ്മൾ വേരൊക്കെ എടുത്തിട്ട് ഓരോന്നൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഗോട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഞാൻ കണ്ടിട്ട് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഈവൻ ഈ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഒറിജിനലായിട്ട്. ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ സൺബാത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ചെയറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഉള്ളിൽ ചെന്നിട്ട് അത് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ താഴെ ഒരു പുതിയ സെയിലിന് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കടയിൽ കയറാനുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഒരു ഷൂസ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയും വന്ന് നോക്കി. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു സ്പോർട്സിൻ്റെ ഷോറൂമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജിമ്മിലോട്ട് വേണ്ട കാര്യങ്ങൾ, സൈക്കിള്, എന്താ പറയുക ഡ്രസ്സ്, ഈവൻ ജിമ്മിലോട്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനവും ഈ ഒരു കടയിൽ തന്നെ കിട്ടും. ഇതേപോലെ തന്നെ സ്പോർട്സിൻ്റെ എല്ലാ ഐറ്റംസിൻ്റെയും കടയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെറൈറ്റി തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 2 മണിയായി, നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് മുകളിൽ പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്ന ഫുഡ് കോർട്ടിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് തിയേറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ ആക്ച്വലി ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും തന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയല്ലോ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും സിനിമയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് മൂവീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാം, അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ.
അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. ഈവൻ നമ്മുടെ നാട്ടിലെ പോലെ KFC, ബർഗർ കിങ്, മെക്ഡൊണാൾഡ്സ് അതുമുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഈവൻ വിയറ്റ്നാമി അതൊക്കെ ഇവിടെ ഭയങ്കര എന്താ പറയുക, ചെക്ക് ഫുഡ് മാത്രം, പിന്നെ മെക്സിക്കൻ മാത്രം, അങ്ങനെ ഈവൻ ഇന്ത്യൻ ഫുഡും ഇവിടെ ഒരു കടയുണ്ട്, സത്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡും കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു മുകളിലുള്ള ഈ ഫുഡ് കോർട്ടിൽ. അപ്പം നിങ്ങൾക്ക് അവിടെ ഏത് കടയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട്, പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറി നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫുൾ ചെയർ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവർ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് പുറത്ത് പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കേണ്ടി വരും. ഇവിടെ ഇപ്പം നമ്മൾ ചെയറൊക്കെ അവരെടുത്ത് മാറ്റി ആ ഏരിയയൊക്കെ അവർ ബ്ലോക്ക് ചെയ്തേക്കുകയാണ്. അപ്പം നമ്മൾ കുറേ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നേരത്തെ വരുമായിരുന്ന ഒരു ഇറ്റാലിയൻ ഷോപ്പാണിത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള കടകൾക്ക് ബാക്കിൽ ഒരു ചെറിയ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്കിരുന്ന് കഴിക്കാം. അപ്പോൾ കടയുടെ ഉള്ളിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അവിടെ ആരും ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഈ കടയിൽ നമുക്ക് ബാക്കിൽ ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അത് കാരണം നമ്മൾ ഈ കട തന്നെ എടുത്തു. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ആക്ച്വലി ഇരുന്ന് കഴിക്കാമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ഒന്നല്ലെങ്കിൽ ടേക്ക് അവേ എടുത്തിട്ട് വീട്ടിൽ പോയി കഴിക്കണം. അപ്പോൾ അത് കുറേ ടൈം എടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം പൊതുവേ ഇത്തിരി ചൂടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഇത്തിരി നല്ല ക്ലൈമറ്റ്, ഇത്തിരി മഴ വരാൻ പോണ മാതിരി ആയിരുന്നുകൊണ്ട് ഇത്തിരി നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കഴിക്കുന്നത് പിസ്സയാണ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പുഴുങ്ങിയ പൊട്ടറ്റോവും അതുപോലെ തന്നെ ഒരു ഗ്രിൽ ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി താഴെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ നടക്കുകയാണ്. കടയൊക്കെ തുറന്നിട്ട് രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് മോളിലെല്ലാം അത്ര അധികം ആൾക്കാരില്ല. കാരണം കടയിലെല്ലാം നമ്മൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം 1 2 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 5 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്ത് പക്ഷേ ഇത്തിരി തിരക്കുണ്ടായിരുന്നു. കടയിലെല്ലാം വളരെ ആൾ കുറവായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയിൽ തന്നെ മോളുകൾ അധികം ഉണ്ടാവില്ല. 1 2 ചെറിയ മോളുകളായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള വലിയ മോളുകളെല്ലാം കുറച്ച് സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ്. നമുക്ക് അതിന് വേണ്ടി സ്പെഷ്യൽ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വന്നപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ മോളിലോട്ട് വരാനായിട്ട് ഏത് ബസ്സാണെന്നുള്ളത്. ആ കാണുന്ന ബ്ലൂ ബസ്സിൽ വേണം നമ്മളിങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ബസ് വരുന്ന സമയത്ത് ആ ബസ്സിൻ്റെ അടുത്ത് പോയിട്ട് ക്യൂ ആയിട്ട് നിന്നിട്ടാണ് ഇവിടെ കയറുക. ആരും ഇടി പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പോണ വഴി ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ എന്താ പറയുക, പച്ചപ്പും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എനിക്ക് ആക്ച്വലി ഇതിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇവിടെ മാനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാരണം റോഡ് സൈഡിൽ തന്നെ നമുക്ക് മാനും കാര്യങ്ങളൊക്കെ കൂട്ടമായിട്ടൊക്കെ കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ ഉസ്കയിലെത്തി, ഗാലറിയ വാൻകോവ മോളിൻ്റെ അവിടെ. അപ്പം ഞാനിനി വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണാം. അപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൗണിന് ശേഷം ഇവിടെ ആദ്യമായിട്ട് കടയൊക്കെ തുറന്നപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഷോപ്പിംഗ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6-7 months ആയി കാണും. കാരണം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൺലൈൻ വഴിയാണ് ആകെ പർച്ചേസ് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കുറേ ഒരു 7 മാസമൊക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് ഒരു ഷോപ്പിംഗ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ആക്ച്വലി നിങ്ങളെ ഫുൾ ഞാൻ ഷോപ്പിംഗ് വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയുക, എല്ലാം എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താണ് വാങ്ങിയെന്നുള്ളതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത് നോക്കാം. അപ്പം ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം കൂടി ഒരു പാക്കറ്റിലാക്കി, കാരണം നിങ്ങളെ കാണിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കേർട്ടാണ്. ഇതൊരു നീ ലെങ്ത്തിന് മുകളിൽ വരുന്ന ടൈപ്പ് ഒരു സ്കേർട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു.
ഇത് പ്രോപ്പർ ലെതർ അല്ല, പക്ഷെ ഒരു ലെതറിന്റെ എഫക്റ്റ് കിട്ടും. അപ്പൊ എനിക്ക് ഇതുവരെ ലെതറിന്റെ പോലത്തെ അങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടാ. പക്ഷെ ഇത് എനിക്ക് ഇട്ടിട്ട് ഭയങ്കര നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. അതുപോലെ തന്നെ ഞാനിത് വാങ്ങിയത് എനിക്ക് തോന്നുന്നു C&A എന്നാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് പേ ചെയ്ത് 490 ക്രോൺസിനൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. അതിനുശേഷം ഞാൻ വാങ്ങിയത് ഒരു ടോപ്പായിരുന്നു. ഇത് ഇട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പാണ്. സ്ലീവ്ലെസ് ആണ്, പക്ഷെ ഒരു സ്റ്റൊമക്ക് ആ ഒരു ഇതിലായിരിക്കും നമ്മുടെ ലെങ്ത് വരുന്നത്. കറക്റ്റ് സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് വരും. ഇതായിരുന്നു എൻ്റെ നെക്സ്റ്റ് പിക്ക്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് എടുത്തത്. 329 ആയിരുന്നു ക്രോൺസില്. അപ്പൊ ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് പിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് ഒരു പാൻസ് ആണ്, ലൂസ് പാൻസ്. ഇപ്പൊ സമ്മറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 ക്രോൺസ് ആണ് ഓഫർ കഴിച്ചിട്ട്. ഇതും ഭയങ്കര അടിപൊളിയായിരുന്നു ഇട്ടിട്ട്. ഇത് ഞാൻ C&A എന്നാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ടോപ്പാണ്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എടുത്തതാണ് ഈ ടോപ്പ്. ഇതായിരുന്നു ആ ഒരു ടോപ്പ്. ചുളിഞ്ഞിട്ടുണ്ട്, കാരണം ഞാനിപ്പോൾ പാക്കറ്റിൽ വെച്ച് നിങ്ങളെ കാണിച്ചിട്ട് എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഇനിയും ഒന്ന് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് അയൺ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ടോപ്പ് ആണെങ്കിലും ഒരു എന്താ പറയുക, കറക്റ്റ് സ്റ്റൊമക്കിന്റെ താഴെയാണ് വരിക ഇതിന്റെ സൈസ്. അതുകൂടാതെ ഇവിടെ നമുക്കൊരു വള്ളി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അതൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ആ വള്ളി വെറുതെ ഇങ്ങനെ ഇടാനായിട്ടാണ്. കഴുത്തിൽ ഒരു ചെയിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇതേപോലെ തന്നെ ഞാൻ സെയിം തന്നെ ഒരെണ്ണം വേറൊരു കളർ ചേഞ്ചിലും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ രണ്ടാമത്തെ ആ ഒരു കളർ ചേഞ്ചും കൂടെ ഞാൻ എടുത്തു. അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത്. മെറ്റീരിയൽ വൈസ് എല്ലാം ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു സെയിം ലെങ്ത്, സെയിം ഇത് എല്ലാം. കളർ ചേഞ്ച് മാത്രമാണ് ഇത് രണ്ടും. അപ്പൊ ഞാൻ ഇത് രണ്ടും C&A നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസും ഒരു 350 ആണ് ആഫ്റ്റർ ഡിസ്കൗണ്ട്. അപ്പൊ എന്റെ നെക്സ്റ്റ് പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ടോപ്പാണ്. ഇതായിരുന്നു നെക്സ്റ്റ് പിക്ക്. ഇതിന്റെ ആണെങ്കിലും ഭയങ്കര നല്ല ഒരു ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതെടുത്തായിരുന്നു. പിന്നെ ഇതിന്റെ ആണെങ്കിലും കഴുത്ത് കയറിയിട്ടാണ്, പക്ഷെ ഇവിടെ വരെ നമുക്ക് ബട്ടൺസ് ഒന്നുമില്ല. ഇവിടെയാണ് ആകെ ബട്ടൺസ് ഉള്ളത്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇത് വയറിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ താഴോട്ട് വരും. ഇതിന്റെ ലെങ്ത് കൂടുതലാണ് ഞാൻ നേരത്തെ എടുത്തതിനെയൊക്കെ വെച്ചിട്ട്. ബട്ട് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇട്ടിട്ട് എനിക്ക്. ഇതും ഞാൻ C&A എന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിന് 150 ക്രോൺസ് ആയിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഇവിടെ കൊറോണ മാറിയതിന് ശേഷം കുറേ നാൾ കൂടിയിട്ട് ഷോപ്പൊക്കെ തുറക്കുമ്പോൾ എല്ലാ കടയിലും ഭയങ്കര അടിപൊളിയായിട്ട് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കടയിലെല്ലാം. പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിയത് ഈ ഒരു സ്കേർട്ടായിരുന്നു. ഈ ഒരു മെറ്റീരിയലിൽ ഇത് ഇത്തിരി സ്ട്രെച്ചബിൾ ആണ്. മെറ്റീരിയൽ ആണെങ്കിലും ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെ ഇട്ടിട്ടാണെങ്കിലും ഭയങ്കര കംഫർട്ട്നെസ് ഉണ്ടായിരുന്നു. ഇതൊരു എന്താ പറയുക, ഫിഷ് കട്ട് പോലത്തെയാണ് സ്കേർട്ട്. ഫിഷ് കട്ട് പോലെ തന്നെ ഇരിക്കും, കറക്റ്റ് ഫിറ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇത് ഞാൻ എടുത്തായിരുന്നു. ഇതിനും എനിക്ക് തോന്നുന്നു ഏകദേശം 320 ക്രോൺസ് അങ്ങനെയാണ് വന്നത് പ്രൈസ്. ഇത് ഞാൻ എടുത്തത് ക്രോപ്പ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാനൊരു സ്കേർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു നേരത്തെ കാണിച്ച അതേ ഒരു മെറ്റീരിയൽ തന്നെ, സ്ട്രെച്ചബിൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു നീ ലെങ്ത്തിന് മുകളിൽ വരുന്ന ഒരു സ്കേർട്ടാണ്. നമ്മൾ എന്താ പറയുക, ഫുൾ ഫിറ്റാണിത്. കറക്റ്റ് നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പിൽ കിടക്കും. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിട്ടിട്ട്. അങ്ങനെ ഞാൻ ഇതെടുത്തായിരുന്നു. ഇതും എനിക്ക് തോന്നുന്നു ഞാൻ ക്രോപ്പിൽ നിന്നാണ് എടുത്തതെന്ന് തോന്നുന്നു. ആഫ്റ്റർ ഡിസ്കൗണ്ട് എനിക്ക് കിട്ടിയത് 200 ക്രോൺസ് ആണ് ഈ ഒരു സ്കേർട്ടിന്. അതും എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്രിന്റ് ഇല്ലായിരുന്നു. ഈ സ്കേർട്ടിന്റെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും സ്ട്രെച്ചബിളും ആണ്.
അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഓക്കെ, പിന്നത്തെ എൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാം. ഇപ്പോൾ ഒരു ഫാഷൻ ആണല്ലോ ഇങ്ങനത്തെ ടോപ്പ്. അപ്പോൾ ഇതൊരു സ്ലീവ്ലെസ് ടോപ്പ് വിത്ത് നമുക്ക് അടിയിലൊരു, അപ്പോൾ നമുക്ക് ഒരു നോട്ടൊക്കെ കെട്ടാൻ പറ്റിയ രീതിയിൽ അതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ്. ഇത് ഞാനിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ആക്ച്വലി കാണുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്കും ഇതേപോലത്തെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് ഷർട്ട് മെറ്റീരിയൽ ആയിരുന്നില്ല, അത് വേറെ ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പിക്ക്. എനിക്ക് ഇതിന് 800 ക്രോൺസ് ആയിരുന്നു. ഞാൻ എന്തായാലും പ്രൈസ് ഇപ്പം ഞാനിവിടെ ക്രോൺസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മണീസിൽ എത്ര വരും എന്നുള്ളത് മുകളിൽ സ്ക്രീനിൽ കൊടുക്കാം, ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിരുന്നു, പക്ഷെ ഇതിന് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ നെക്സ്റ്റ് പിക്ക്. അതിനുശേഷം ഞാൻ ഈ ഒരു ടോപ്പാണ് വാങ്ങിയത്. ഇത് ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് വിത്ത് എന്താണ് പ്ലെയിൻ ആണ്, വേറെ പ്രത്യേകിച്ച് ഡിസൈനോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇതിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ബാക്കിൽ പ്ലെയിൻ ആയിട്ടും ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ എന്താ പറയുക നെറ്റിൻ്റെ ഒരു പാറ്റേൺ ആണിത്. നെറ്റ് മെറ്റീരിയൽ പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഈ മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയലാണ് ഫ്രണ്ടിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് സീ ത്രൂ അങ്ങനെ ഒന്നുമല്ല, കാരണം ഉള്ളിൽ നല്ല ലൈനിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇട്ടിട്ട്. ഇത് പൊതുവെ വലിയ കോമൺ ആയിട്ടുള്ള ഡ്രസ്സായിട്ടാണ് തോന്നിയെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്കൊരു ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാനിതെടുത്തു. ഇതിനും എനിക്ക് തോന്നുന്നു പ്രൈസ് 400 ക്രോൺസ് ആയിരുന്നു. ഡിസ്കൗണ്ടിന് ശേഷം എനിക്കൊരു 200 ക്രോൺസിൽ കിട്ടിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സായിരുന്നു. ഇത് കറക്റ്റ് ഒരു നീ ലെങ്ത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നെറ്റിൻ്റെ ആണ്. പക്ഷെ ഈ ഒരു ഫുൾ പോർഷൻ അവർ നല്ലോണം എന്താ പറയുക നിഴലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നല്ല മെറ്റീരിയൽ, ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവ് ചെറിയൊരു സ്ലീവാണ്, അതിന് മാത്രം നെറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നെറ്റാണെങ്കിലും ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് മെറ്റീരിയലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിട്ടിട്ടാണെങ്കിലും ഭയങ്കര എന്താ പറയുക അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എടുത്തു. ഇതിൻ്റെ പ്രൈസ് ഒരു 250 ക്രോൺസ് ആയിരുന്നു ആഫ്റ്റർ ഡിസ്കൗണ്ട്. ഇത് ഞാൻ ക്രോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബനിയൻ ടൈപ്പ് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ജീൻസിൻ്റെ കൂടെ നിങ്ങൾ ഷർട്ടൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഉള്ളിൽ ഇതിട്ടിട്ട് ഷർട്ട് തുറന്നിട്ട് കഴിഞ്ഞാലും അതൊരു സ്റ്റൈലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് വാങ്ങി. അപ്പോൾ 99 ക്രോൺസ് ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ജാക്കറ്റാണ്. ആക്ച്വലി സമ്മറിലും ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് ജാക്കറ്റാണ്. എനിക്ക് ആക്ച്വലി ലെതറിൻ്റെ ഒരു ജാക്കറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ കുറേ നോക്കിയിട്ടാണെങ്കിലും എൻ്റെ ഒരു ഫിറ്റിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോർഷനിൽ ഭയങ്കര ലൂസായിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനിത് എടുത്തു. കാരണം ഇത് കറക്റ്റായിരുന്നു എനിക്ക്. ഫിറ്റിംഗ് ആണെങ്കിലും ഫിറ്റിംഗ് വൈസും കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഫുഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മാറ്റിയിട്ട് നമ്മൾ സമ്മറിലൊക്കെ എവിടെയെങ്കിലും പോവുകയാണ് ഇച്ചിരി നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ട് ഫോട്ടോ എടുക്കാം. പക്ഷേ ഫുഡ് ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാം. ഇനി വിൻ്റർ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് വെച്ചിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് 2 in 1 ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് കണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് എൻ്റെ ഈ എടുത്തത് എല്ലാത്തിലും വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പിക്കാണ് ഈ കാണുന്നത്. അപ്പം ഇതെനിക്ക് ഒരു 2.5 വർഷം എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ഞാൻ നോക്കി ജാക്കറ്റ് വാങ്ങിക്കാതെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്താണ്. ഇത് കുറേ ടൈം എടുത്തിട്ടാണെങ്കിലും നല്ലതൊരെണ്ണം കിട്ടി എന്നുള്ളൊരു ആശ്വാസമാണ്. അതുപോലെ ഇതിൻ്റെ കറക്റ്റ് എൻ്റെ ഈ കൈൻ്റെ ലെങ്ത്തും എല്ലാം കറക്റ്റ് ഈവൻ ഈ ഒരു ഏരിയ ആണ് എപ്പോഴും എനിക്ക് പ്രോബ്ലംസ് വരാറ്. അതും എനിക്ക് ഈ പ്രാവശ്യം ഭയങ്കര എന്താ പറയുക കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ യൂഷ്വലി വേറൊരു പ്രോബ്ലം പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ജാക്കറ്റ് എപ്പോഴും ഇടുമ്പോൾ ഈ ഒരു ഒന്നല്ലെങ്കിൽ ഇതിന് സ്ട്രെയിറ്റ് സിബ്, അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് സിബ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും എനിക്ക് ഫിറ്റായി വരുമ്പോൾ എനിക്കത് കിട്ടുന്നത് സൈഡ് സിബ് ആയിരുന്നു. പക്ഷെ എനിക്കത് എപ്പോഴും എനിക്ക് സ്ട്രെയിറ്റ് സിബിനോടായിരുന്നു താല്പര്യം. സൈഡ് സിബ് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജാക്കറ്റാണ്, ലെതർ ജാക്കറ്റ്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 1200 ക്രോൺസ് എന്തോ വന്നായിരുന്നു. ഇതാണ് അപ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ സിയാനേന്നാണ് വാങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയത് ഒരു സ്കേർട്ടായിരുന്നു. ഈ സ്കേർട്ട് ഭയങ്കര ഇട്ടിട്ട് നല്ല കറക്റ്റ് ലെങ്ത് ആയിരുന്നു. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് പൊതുവേ ഭയങ്കര ഹൈറ്റ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇന്ത്യൻസ് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഈവൻ സ്കേർട്ട് എല്ലാം നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ലെങ്ത് ഉള്ള കാരണം നമ്മളുടെ ഈ ഒരു സാധാരണ ഇവിടെ കിട്ടുന്ന സ്കേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഭയങ്കര ഹൈറ്റാണ് അവർക്ക്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ഓൾമോസ്റ്റ് കടയിൽ കാണുന്ന സ്കേർട്ടും നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ ലോങ് സ്കേർട്ടായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും സ്കേർട്ട് എടുക്കാനായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഫിറ്റിങ്, ഇത് ഒരു മുട്ടിന് താഴെ കുറച്ച് ഒരിത്തിരി ഹൈറ്റിൽ വരും. പക്ഷെ ഇത് ഭയങ്കര നല്ല ഫിറ്റായിട്ട് എനിക്ക് തോന്നി. ബാക്കി എപ്പോഴും സ്കേർട്ട് ഇട്ട് നോക്കുമ്പോൾ അത് അവരുടെ ഹൈറ്റിന് വേണ്ടി വരുന്നത് കാരണം നമുക്ക് ഇടുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കറക്റ്റായിട്ട് എൻ്റെ ഹൈറ്റിന് പറ്റിയിട്ടുള്ള ടൈപ്പായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു സ്കേർട്ട് ഇവിടെ എൻ്റെ ഭാഗത്തിനാണ്, അപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു 520 ക്രോൺസ് ആണെന്ന് തോന്നുന്നു. അതെ, 520 ക്രോൺസ് ആണ് എനിക്ക് ഇതിനായത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അടുത്ത പിക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ചെറിയ ചെറിയ ഫ്ലെയർ എഫക്റ്റ് കൊടുത്തിരിക്കുന്നതും ഭയങ്കര അടിപൊളിയായിട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് വേറെ ഒരെണ്ണം ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു. ഒരു 7 മാസത്തിന് ശേഷമുള്ള ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.